ഒരിടത്തൊരിടത്ത് മരിയ എന്നു പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഈ മരിയയ്ക്ക് നല്ലൊരു വല്യപ്പച്ചനും വല്യമ്മയും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാ നല്ലൊരു വല്യപ്പച്ചനും വല്യമ്മയെന്ന് അറിയോ? അവളെ എല്ലായിടത്തേക്കും അവർ കൊണ്ടുപോകും. അവൾക്ക് എല്ലാ ഫ്രീഡം ഉണ്ടായിരുന്നു. അവളെ ഒന്നിനും അവർ നിർബന്ധിച്ചിട്ടില്ല. അവൾക്ക് കുറെ ഇങ്ങനെ കേൾക്കാത്ത പറയാത്ത കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ വല്യമ്മച്ചി മരിയയ്ക്ക് പറഞ്ഞു കൊടുത്തൊരു കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഈ കഥ നിങ്ങൾക്കൊരു മനുഷ്യനും പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കില്ല. ഇങ്ങനത്തെ ഒരു കഥ നിങ്ങൾ ഇനി കേൾക്കാനും സാധ്യതയില്ല. ഓക്കെ, അപ്പോ മരിയയുടെ വല്യമ്മച്ചി പറഞ്ഞ കഥ നമുക്ക് കേൾക്കാം. എന്താന്നറിയോ? കുംഭകർണൻ എന്ന് പറഞ്ഞ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും, കുംഭകർണന്റെ കഥയാണോ? ഇതൊക്കെ നിങ്ങൾ എത്രയോ കേട്ടിരിക്കണു. കുംഭകർണനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഇനി പറയാൻ പോണ കഥ നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവില്ല, ഉറപ്പാ. കുംഭകർണൻ രാജാവ് പരിവാരങ്ങളൊക്കെ ആയിട്ട് തോണിയിൽ യാത്ര ചെയ്യായിരുന്നു കടലിൽ കൂടി. തോണിയിലാണ്, ക്രൂയിസ് ഷിപ്പിലൊന്നുമല്ല. ഈ കുംഭകർണൻ രാജാവിന്റെ പ്രത്യേകത എന്താ? ഭയങ്കര ഉറക്കക്കാരനാണ്. അപ്പൊ രാജാവ് ഇങ്ങനെ കിടന്ന് ഉറങ്ങി തോണിയിൽ കിടന്ന് തിരികെ മറിയൊക്കെ ചെയ്യാ. അപ്പോ മറ്റെല്ലാവർക്കും തോന്നി ഈ തോണി മറയും, ഇങ്ങോട്ടാണെങ്കിൽ എണീക്കണില്ല, ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഒറ്റ വഴിയുള്ളൂ, തള്ളി വെള്ളത്തിലോട്ടിടാം. ഇവരെല്ലാരും കൂടെ കുംഭകർണൻ രാജാവിനെ തള്ളി വെള്ളത്തിലേക്കിട്ടു. വെള്ളത്തിൽ വീണ രാജാവുണ്ടോ ഇത് വല്ലതും അറിയുന്നു? രാജാവ് പിന്നെ ഉറക്കമായി. ഒരു വലിയ സാധനം ഇങ്ങനെ വെള്ളത്തിൽ വീഴുന്നത് കണ്ടുകൊണ്ട് വരുവാ. ആര്? ഒരു തിമിംഗലം. തിമിംഗലം ഓടി വന്ന് അതിനെ അങ്ങ് വിഴുങ്ങി. വലുതെല്ലാം തിമിംഗലത്തിന് എന്താ? ആനയാ. അത് ആനയാന്ന് വിചാരിച്ചു. തിമിംഗലത്തിന്റെ വയറ്റിലെത്തിയിട്ടും രാജാവ് എഴുന്നേറ്റൊന്നുമില്ല. സുഖമായിട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. തിമിംഗലത്തിന് അസ്വസ്ഥതയായി. വയറിന്റെ ഉള്ളിൽ കിടക്കുന്ന സാധനം ഇങ്ങനെ തിരികെ മറിയൊക്കെ ചെയ്യുന്നതേ അത് വലിയ സുഖമുള്ള പരിപാടിയൊന്നും അല്ല. കുറച്ചു കഴിഞ്ഞപ്പോ രാജാവ് എണീറ്റു. ഷടാ, ഇത് ഞാൻ എവിടെയാ? ഭയങ്കര ഇരുട്ടാണല്ലോ, ഒന്നും കാണുന്നുമില്ല, വിശന്നിട്ടും വയ്യ. ആൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ആള് പതുക്കെ തിമിംഗലത്തിന്റെ വയറിങ്ങനെ മാന്താൻ തുടങ്ങി. അപ്പൊ മാംസം ആളത് തിന്നാൻ തുടങ്ങി. തിമിംഗലത്തിന് വേദനിച്ചില്ലേ? നല്ല പോലെ വേദനിച്ചു. തിമിംഗലം കരയാൻ തുടങ്ങി. ദഹിക്കണമില്ല, തുപ്പാനും വയ്യ. എന്താ ചെയ്യാ? തിമിംഗലം അവസാനം ഗതി കെട്ടിട്ട് ഒരു കല്ല് കണ്ടപ്പോ അതമ്മ തലയിട്ടിങ്ങനെ അടിച്ചടിച്ച് ഏത് നേരത്താണോ വിഴുങ്ങാൻ തോന്നിയത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കിടക്കുക. ആ നേരത്ത് കല്ല് തല പൊക്കിയിട്ട് എന്ത് പറ്റി രമണ എന്ന് ചോദിച്ചു. അതൊരു കല്ലല്ലായിരുന്നു, ആമയായിരുന്നു. അപ്പൊ ആമയുടെ അടുത്ത് തിമിംഗലം പറഞ്ഞതേ, ഇങ്ങനൊരു അബദ്ധം പറ്റി, എന്നൊന്ന് രക്ഷിക്കാൻ പറ്റോ? അപ്പൊ ആമ പറഞ്ഞു, ബാ, എന്റെ പരിചയത്തിലൊരു ഡോക്ടറുണ്ട് എന്ന് പറഞ്ഞ് ആമ തിമിംഗലത്തിനെയും കൂട്ടി കൂട്ടുകാരനായ ഡോക്ടറിന്റെ അടുത്തേക്ക് പോയി. ഡോക്ടർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? തിമിംഗലല്ലേ, ഒരു 10-200 ജൂനിയർ ഡോക്ടർമാരെയും കൂട്ടി തിമിംഗലത്തിനെ ഓപ്പറേഷൻ ചെയ്ത് വയറ് കീറി രാജാവിനെ പുറത്തെടുത്തു. പുറത്തിറങ്ങിയ രാജാവ് നോക്കിയപ്പോ എന്താ? രാജാവ് യോനയായി മാറി. ആരാ യോന? ബൈബിളിലുള്ള ഒരു കഥാപാത്രമാണ് യോന. അതായത് പണ്ടൊരിക്കലേ യോനയ്ക്കൊരു ശാപം കിട്ടി, ഒരു കേസ് കിട്ടി. അങ്ങനെയാണ് യോന ആരായത്? കുംഭകർണനായത്. അപ്പൊ കുംഭകർണന്റെ ലൈഫും ജീവിച്ചു, യോനയുടെ ലൈഫും ജീവിച്ചു. ഇപ്പൊ പുള്ളിക്കാരനാകെ ഒരു അസ്തിത്വ പ്രശ്നമായി, ഐഡന്റിറ്റി ക്രൈസിസ്. ഇനി എങ്ങനെ റെസ്റ്റ് ഓഫ് ദ ലൈഫ് ഞാൻ കണ്ടിന്യൂ ചെയ്യും? ബാക്കിയുള്ള ലൈഫ് കണ്ടിന്യൂ ചെയ്യണല്ലോ. പുള്ളി വിചാരിച്ചു, ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഇങ്ങനെയൊക്കെ ജീവിച്ചില്ലേ, ഇനി കുറച്ചു നാള് ഡോക്ടറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ജീവിക്കാം എന്ന് വിചാരിച്ചിട്ട് ശിഷ്ടജീവിതം, ബാക്കിയുള്ള ജീവിതം യോന ആ ഡോക്ടറിന്റെ അസിസ്റ്റന്റായി ജീവിച്ചു. ഡോക്ടർ എന്നിട്ട് തിമിംഗലത്തിന്റെ വയറൊക്കെ തുന്നിക്കെട്ടി. ഓ, ഈ മീനിന്റെ വയറ് തുന്നിക്കെട്ടട്ടെ എന്ന് പറയുമ്പോ തിമിംഗലം പറയുന്നുണ്ട്, ഞാൻ മീനല്ല, വെറും മീനല്ല, ഞാനൊരു തിമിംഗലമാണ്, മാൻ തിമിംഗലം എന്നിങ്ങനെ തിമിംഗലവും കിടന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ശരിയല്ലേ? നിങ്ങൾ ഇങ്ങനത്തെ കഥ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. കുറെ സന്മാർഗ കഥകളും അങ്ങനെയല്ലാത്ത പുരാണ കഥകളും നല്ല നിലയിൽ നമ്മുടെ വിശ്വാസത്തിന്റെ പേരിലുള്ള കഥകളൊക്കെ കേൾക്കുമ്പോ അതിന്റെ ഇടയിൽ ഇങ്ങനെ തമാശയുള്ള വിയേർഡായിട്ടുള്ള കഥകൾ കേൾക്കണത് ഒരു രസമല്ലേ? ഇങ്ങനെ കുറെ കഥകൾ മരിയയുടെ അമ്മച്ചി മരിയയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന് വേറെ എപ്പോഴെങ്കിലും പറയാം.